സാർ, ഇപ്പോൾ ഇവിടെ കുറ്റപത്രം ഒരുപക്ഷെ ഈ മാസത്തോടു കൂടി വരുന്നു. നിർണായകമായ ശാസ്ത്രീയമായ പരിശോധനാ തെളിവുകൾ കയ്യിലുണ്ട്. SIT ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ കുറേ നാളുകളായി വിശ്വാസികളും പൊതുസമൂഹവും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരവുമാകും. ഇതിൻ്റെ ഒരു ഗതിയിലേക്ക് വന്നാൽ ഈ ഒരു കേസിൻ്റെ വരും ദിവസങ്ങളിലെ ഒരു ഗതി എന്താണ് സാർ പ്രതീക്ഷിക്കുന്നത്? നേരത്തെ പറഞ്ഞു, ഈ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞ് വിചാരണ തുടങ്ങുമ്പോൾ തെളിവുകൾ സമർപ്പിക്കുന്നതിൽ സൂക്ഷ്മമായി തന്നെ കാര്യങ്ങൾ ഉണ്ടായില്ലെങ്കിൽ അതിലുണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. ഈ കേസിൽ എങ്ങനെയൊക്കെ ആയിരിക്കും ഇത് പല വെല്ലുവിളികളും ഉയർന്നു വരാനുള്ള സാധ്യത സാർ എന്തൊക്കെയാണ് കാണുന്നത്? അല്ല, ഇതിലൊരു വെല്ലുവിളിയില്ല. കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അടിസ്ഥാന നിയമം ഹിന്ദു ധർമ്മസ്ഥാപന നിയമമാണ്. അതിനകത്ത് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ സ്ഥാപനത്തിന് ലോസ് ഉണ്ടാകുമ്പോഴും ചെയ്യേണ്ട ക്രമം എന്താണെന്ന് വളരെ വ്യക്തതയോടുകൂടി പറഞ്ഞിട്ടുണ്ട്. ദേവാലയ സ്ഥാപനത്തിന് നഷ്ടം വരുത്തിയിട്ടുള്ളത് ആരാണ് നഷ്ടം വരുത്തിയത്, ആ നഷ്ടം അവരുടെ സ്ഥാപന ജംഗമ സ്വത്തുകളിൽ നിന്ന് ഈടാക്കാനുള്ള നിയമമുണ്ട്. പിന്നെ മോഷണത്തിന് അവരുടെ പേരിൽ ശിക്ഷ നടപടി സ്വീകരിക്കാനുള്ള നിയമവും നിലവിലുണ്ട്. ഇത് രണ്ടും ഇവിടെ നിലവിലുണ്ട്. പിന്നെ നമ്മുടെ ജയചന്ദ്രൻ സാർ ആദ്യം HRA ആക്ടിലെ ഒരു 3, 15, 16, 31 ഒന്ന് വായിച്ചു നോക്കണം. ബോർഡ് ട്രസ്റ്റികളായ ബോർഡ് പ്രസിഡന്റും അംഗങ്ങൾക്കും മാത്രമാണ് ഉത്തരവാദിത്വം. ഒന്ന് വായിച്ചോട്ട് വരൂ. പിന്നെ ഉദ്യോഗസ്ഥൻ 2019 ഈ ശബരിമല ഈ കൊള്ളയ്ക്ക് ശേഷം അവിടുത്തെ തിരുവാഭരണം കമ്മീഷണർ വിശദമായൊരു 3 പേജ് റിപ്പോർട്ട്, ഇത് മുഴുവൻ കൊള്ളയാണ്, ഇത് പരിശോധിക്കപ്പെടണമെന്ന് എഴുതി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന് അയച്ചു. അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞ് ഒരു റിമൈൻഡർ അയച്ചു. അത് കഴിഞ്ഞ് അടുത്ത ഒരു റിമൈൻഡർ അയച്ചു. എന്താണ് സംഭവിച്ചത്? അയാളെ തിരുവാഭരണം കമ്മീഷൻ തസ്തികയിൽ നിന്ന് മാറ്റി ദേവസ്വം ബോർഡിലെ ഫൈനാൻസ് ഓഫീസറായിട്ട് നിയമിച്ചു ബോർഡ്. ഞാൻ ശബരിമലയിലെ ശർക്കരയിലെ കൊള്ള, ഈ മൈദാമാവ് ഉരുട്ടിയിട്ട് അത് ശർക്കരയിൽ പേസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് കൊള്ള പിടിച്ചിട്ട് റിപ്പോർട്ട് എഴുതി കൊടുത്തതിൻ്റെ പിറ്റേന്ന് ഒരു ബോർഡ് മെമ്പർ 5 ലക്ഷം രൂപ മേടിച്ചുകൊണ്ട് അതെല്ലാം നുള്ളിക്കറി അയ്യത്തൊട്ട് കളഞ്ഞു. എന്നോട് ചോദിച്ചു പണി വേണോ വേണ്ടേന്ന്. അപ്പം അദ്ദേഹം ഏതാണ്ട് എവിടുന്ന് അത്ഭുതം സൃഷ്ടിച്ച പോലെ പറയണം. ഉദ്യോഗസ്ഥന്മാർ ഈ റെജിലാല് ഇപ്പോൾ 2025 കൊടുത്ത പ്രാഥമിക റിപ്പോർട്ടിൽ, ആ റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്, അത് പിന്നെ ആർക്കും തരാം. അതിൽ എഴുതിയിരിക്കുന്നതറിയോ? ലാ ഡിപ്പാർട്ട്മെൻറ്റുമായി, കാരണം 2023 ഇമാതിരി കാര്യങ്ങൾ ചെയ്യരുതെന്നും ഇത്തരം കാര്യങ്ങൾ ഈ സാങ്ക്ടത്തിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ കോടതിയുടെ ഉത്തരവ് വാങ്ങിക്കണമെന്നൊരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. ആ ഓർമ്മയുള്ളതുകൊണ്ടാണ് അതിൽ എഴുതിയത്. ലാ ഓഫീസുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് വേണം തീരുമാനിക്കാൻ. ഈ റെജിലാലിൻ്റെ പ്രാഥമിക റിപ്പോർട്ടാ ചർച്ച ചെയ്തോ, തീരുമാനിച്ചോ? തോന്നിവാസം എഴുതി ഓവർ റൂൾ ചെയ്ത് ഉദ്യോഗസ്ഥന്മാരെഴുതി തന്നെ ഓവർ റൂൾ ചെയ്ത് ഓർഡർ ഇട്ടിട്ട് കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമുണ്ടോ? ഞാൻ ഒരു കാര്യം പറയാം. ഒരു ചീഫ് എഞ്ചിനീയർ 17 ലക്ഷം രൂപയുടെ കള്ളബില്ല് എഴുതി കാശെടുത്തു. അനന്തഗോപൻ സാർ അയാളെ സസ്പെൻഡ് ചെയ്തു. ഈ പ്രശാന്തൻ്റെ ബോർഡ് അയാളെ തിരിച്ചെടുത്തിട്ട് എക്സോണറേറ്റ് ചെയ്തു. വേണേൽ തെളിവ് തരാം. ഒരു ജീവനൊക്കെ ഒരു ഡെപ്യൂട്ടി കമ്മീഷണർ ഏതാണ്ട് മേഘാലയ ഇവിടുന്ന് ഒരു ഡിഗ്രിയുടെ കള്ള സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നു. അത് അവൻ്റെ ഇന്ന് കാശും മേടിച്ചിട്ട് അവനെ ശിക്ഷിച്ചത് എങ്ങനെയാണെന്നറിയോ? ജാഗ്രത കുറവുണ്ടെന്ന്. ആ ശിക്ഷയുടെ ഫൈനല ഈ ഉത്തരവിറക്കുന്ന ബോർഡുകാരോട് എന്താണ് പറയേണ്ടത്? ആരുടെ ഈ എവിടെ ചെന്നാ വേദം ഓതുന്നേ? ഒരാൾ വേദം ഓതിയാൽ അവനെ കൊല്ലും. നമ്മളെയൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിലിരിപ്പുണ്ട് ശവം പോലൊരു സ്ത്രീ, എൻ്റെ ഭാര്യ, വീട്ടിൽ വിളിച്ച് പീഡിപ്പിച്ചത്, മനോരോഗിയാക്കി. ഇമ്മാതിരി കാര്യങ്ങൾ എഴുതുമ്പോൾ ഈ മുഴുവൻ കൊള്ളകളും ഏതാണ്ട് 2 ലക്ഷത്തോളം ഭൂമി അന്യാധീനപ്പെടുത്തിയിട്ടുണ്ട്. ദേവസ്വം വിറ്റിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അധികാരികൾ പുതിയ ഈ തൃശ്ശൂർ ഒരു അമ്പലം പോലും പ്രൈവറ്റ് പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. കൊടുത്ത തെളിവുണ്ട്, എൻ്റെ കയ്യിലുണ്ട് തെളിവ്, വേണേൽ കൊടുക്കാം. തെക്കക്കര പുതിയ ടെമ്പിൾ, ഇതൊക്കെ ഇവിടെ ഇരുന്ന് അദ്ദേഹം പറയുകയാണ്. അത് ഉദ്യോഗസ്ഥന്മാർ ഒരു ഉദ്യോഗസ്ഥനെ ഒരു ചുക്കും ചെയ്തില്ല. കാരണം അവരൊക്കെ ഫയലിൽ എഴുതാനുള്ളതൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഓവർ റൂൾ ചെയ്ത് തോന്നിവാസം കാണിക്കുമ്പോൾ ബോർഡിൻ്റെ സിങ്കിങ് ഫണ്ടാണ് സർപ്ലസ് ഫണ്ട്. ആ ഫണ്ടിൽ നിന്ന് പണം എടുക്കരുതെന്ന് എഴുതി വെച്ച് കൊടുത്താൽ 35 കോടി രൂപ പത്മകുമാർ എടുത്ത് കോൺട്രാക്ടർക്ക് മുമ്പ് കാശ് കൊടുത്ത് വീതം പറ്റിക്കൊണ്ട് പോയത്. ഏത് ഉദ്യോഗസ്ഥനെ പിടിക്കാനാ? ഒരു ഉദ്യോഗസ്ഥനെ പിടിക്കുന്നത് അയാൾ മാത്രം പെടും. ഇതൊന്നും എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാതിരിക്കുന്നത് നല്ലത് തന്നെ. ഒരുപാട് ദുരന്തം അനുഭവിച്ച ഒരാളാണ്. ഈ വരുന്ന ബോർഡുകാർക്കൊരു അവർക്ക് എന്തും അധികാരമുണ്ടെന്ന് പറഞ്ഞാൽ വരുന്നത്. എന്തവർ ചെയ്താലും അതിനെല്ലാം ഇവിടെ പരമാധികാരം. ഇതെല്ലാം പെടും. ഇനി ഇതിനേക്കാൾ കൂടുതൽ, കാരണം ഈ വരുന്ന കാലത്ത് ഈ പ്രൊവിഷൻസ് നോക്കി പെരുമാറുമ്പോൾ ഇതിൻ്റെ പ്രതിസ്ഥാനത്ത് അവർ തന്നെയായിരിക്കും.